ഹായ് ഹലോ അസ്സാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? ഇന്നത്തെ ഇതിലെ നമ്മുടെ കൊടൈക്കനാൽ ട്രിപ്പിലെ അതിൻ്റെ പാർട്ട് 2 ആണ് കേട്ടോ. അപ്പോൾ പാർട്ട് 1 കണ്ടെത്തവരുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ലാസ്റ്റ് ഡേ റൂമൊക്കെ വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. അപ്പോൾ എന്താ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. റൂമൊക്കെ നല്ല അടിപൊളി റൂമാണ്. അറ്റാച്ച്ഡ് ബാൽക്കണിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഫുൾ സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് അങ്ങനെ റൂമിൽ ഫുൾ പാക്കിംഗ് ഒക്കെ ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഫുഡ് കഴിച്ചിട്ട് വരാൻ വിചാരിച്ച്. ഇതൊരു ചെറിയ ടൗൺ ഏരിയ ആയതുകൊണ്ട് തന്നെ എല്ലാ സംഭവങ്ങളും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. ചെറിയ ടൗണല്ല, എല്ലാ കാര്യങ്ങളും ഇതിൻ്റെ അടുത്ത് തന്നെയാണ് വരുന്നത്. അപ്പം പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് തന്നെ വരാൻ വിചാരിച്ച് നടന്നിട്ട് പോകേണ്ട ദൂരമേ ഉള്ളൂ. അപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട്. ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷേ അത്യാവശ്യം നല്ല റേറ്റൊക്കെ ഉണ്ട്, നമ്മളെ നാട്ടിലെ പോലെയല്ല. പിന്നെ ടൂറിസ്റ്റ് പ്ലേസ് അല്ലേ, അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ റൂമിലേക്ക് വരേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ പിന്നെ വെക്കേറ്റ് ചെയ്തിട്ട് തന്നെ ഇറങ്ങി. ഇനിയിപ്പോൾ നേരെ പോകുന്നതിൽ ഇവിടെ ലേക്കിൻ്റെ അടുത്തേക്കാണ് കേട്ടോ. ശരിക്കും നമ്മൾ റൂമിൽ നിന്ന് നടന്നിട്ട് പോകേണ്ട ദൂരമേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇറങ്ങിയില്ലേ, അതുകൊണ്ട് പിന്നെ വണ്ടി എടുത്തിട്ട് തന്നെയാണ് പോയിട്ടുണ്ടായേ. നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഈ ലേക്കിൻ്റെ അടുത്ത്. ഇച്ചൂസില്ലേ നല്ല രാത്രി തന്നെ പറഞ്ഞിട്ടുണ്ടായിനി ഓക്കെ കുതിരപ്പുറത്ത് കയറണമെന്ന്. പിന്നില്ലേ രാത്രി കയറുമ്പോൾ വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പിന്നെ നമ്മൾ വിചാരിച്ച് രാവിലെ കൊണ്ടുവരാമെന്ന്. അപ്പോൾ ഓളും മിക്കയും കൂടിയിട്ട് കുതിരപ്പുറത്തേക്ക് കയറിയിട്ടുണ്ട്. എനിക്ക് പിന്നെ പേടിയാണ്ട് ഞാൻ പിന്നെ ആ ഭാഗത്തേക്ക് പോയിട്ടില്ല. പിന്നില്ലേ ഞാൻ ഇവിടെ നിന്നില്ലേ ഒരു മലപ്പുറത്തുള്ള ഫാമിലീനെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല സംസാരവും വർത്താനൊക്കെയായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ്. ഇവരെ വീഡിയോസൊക്കെ എടുത്തു കൊടുക്കുന്ന സമയത്തില്ലേ ആമസോനോ ഓറേനോടെ എടുത്തിട്ടുണ്ടായേ. ഫസ്റ്റ് ടൈം കാണുന്നതെന്ന് തോന്നിയിട്ടേ ഇല്ല, അത്രയും വർത്താനം കാര്യങ്ങളൊക്കെയായിരുന്നു. പിന്നത്തെ നമ്മൾ അവിടെ നിന്ന് കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ലേക്കിൻ്റെ അവിടെ ഇല്ലേ നമ്മൾ രാത്രി വന്നാലും പകൽ വന്നാലൊക്കെ നല്ല വ്യൂവും കാര്യങ്ങളേനും. ആ ഒരു നൈറ്റിൻ്റെ വൈബായാലും രാവിലത്തെ ആയാലും നല്ല രസമായിരുന്നു കേട്ടോ അതിലൂടെ നടക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതാ അവിടെ നിന്ന് ഇറങ്ങിയിട്ടില്ലേ നമ്മൾ ഈ ഒരു പാർക്കിലേക്കാണ് വന്നേ. എനിക്ക് പാർക്കിൻ്റെ പേര് വലിയ രീതിയിൽ ഓർമ്മയില്ല, അവിടെ കാണിച്ചിട്ടില്ലേ അതാണ് കേട്ടോ. അപ്പോൾ ഇതാ അത് നല്ല രസമായിരുന്നു കേട്ടോ. ഇങ്ങനെ കുറേ ഫ്ലവേഴ്സൊക്കെ ആയിട്ട് നടക്കാനായിട്ട്. പക്ഷെ നല്ല വെയിലുണ്ടെന്ന് തണുപ്പുണ്ട്, അങ്ങനെ ഒരു ക്ലൈമറ്റ് ആയിരുന്നു. അപ്പം ഞാൻ ആമസോൺ ആദ്യം ഒരു ക്യാരിയറിൽ എടുത്തിട്ടാണ് കേട്ടോ പോയിട്ടുണ്ടായേ. ഓൻ ഉറങ്ങുന്നുണ്ടായേ, അതുകൊണ്ട് ക്യാരിയറിൽ എത്തിയത്. പിന്നെ കുറച്ച് കഴിയുമ്പം ഓൻ എണീറ്റിട്ടുണ്ട്. പിന്നെ നമുക്ക് നടക്കുന്ന സമയത്തായാലും കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും ഇങ്ങനെ ബേബീസിനൊക്കെ എടുത്ത് നടക്കുന്ന സമയത്ത് ഇതുണ്ടേൽ. പിന്നെ ഇതാ അവിടെ രണ്ടാളെ ഇരുത്തിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വിചാരിച്ച്. എമിസോ ഫസ്റ്റ് ഇരുത്തിയത് ഇഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല. പിന്നെ അടുത്ത പുല്ലെല്ലാം പറിക്കാൻ കിട്ടിയപ്പോൾ പിന്നെ എനിക്ക് പ്രശ്നമില്ലാണ്ടായി. പിന്നെ ഇതാ ഈ ഒരു നെയിൽ കോണില്ലേ അത് ഞാൻ ഒരു പേജിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായതാണ് കേട്ടോ. പേജെന്ന് പറയേണ്ട ആളെൻ്റെ കസിനും കൂടിയാണ്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഓർഗാനിക് ഹെന്ന കോണാണ് കേട്ടോ. ഇത് ബ്ലാക്ക് ഹെന്നയാണ്, നല്ല സ്റ്റെയിനും കാര്യങ്ങളുണ്ട്, ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനിത് യൂസ് ചെയ്യുമ്പില്ലേ ഫസ്റ്റ് വിചാരിച്ചത് കുറച്ച് കഴിയുമ്പോൾ കളർ ഫെയ്ഡായി പോകുന്നതിന്. ഇതിന് മുമ്പ് വേറെ ഏതോ ഒരു വാങ്ങിച്ചപ്പോൾ അങ്ങനെയായിരുന്നു. പക്ഷേ ഇത് അങ്ങനെയൊന്നുമില്ല, ഇതിങ്ങനെ കയറി പോലെ നമ്മളെ നെയിൽ കോണ് അതുപോലെ പോവുകയും ചെയ്തേ, അല്ലാണ്ട് കളർ ഫെയ്ഡായിട്ടോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നല്ലപോലെ ലോങ് ലാസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ ഒരു ട്രിപ്പ് പോയത് 20-ാം തീയതി അങ്ങനെയാണ്. പക്ഷേ ഇപ്പോഴും ഇതിൻ്റെ കളറൊക്കെ അതുപോലെ ഉണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ ഇങ്ങനെ കുറേ കടകളായിട്ട് കുറച്ചൊരു ചെറിയൊരു മാർക്കറ്റ് പോലെ ഉണ്ട്. പർച്ചേസൊക്കെ ചെയ്യാൻ പറ്റിയിട്ടില്ലേ. പക്ഷെ നമ്മൾ അങ്ങോട്ടേക്ക് പോയതേ ഓർമ്മയില്ലൂ. ഈ ചൂസിന് അവിടെയുള്ള സകല സാധനങ്ങളും വേണം. പിന്നെ ഒന്നും നോക്കിയിട്ടില്ല, ഓളയും കൊണ്ട് വണ്ടിയിലേക്ക് കയറി. പിന്നെ എനിക്ക് ഈ ഒരു വണ്ടി കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് വേറെ ഒന്നും വാങ്ങാൻ പറ്റിയിട്ടില്ല. ഞാൻ മക്കൾക്കൊക്കെ എന്തെങ്കിലും വാങ്ങാനൊക്കെ വിചാരിച്ചിട്ടാണ് പോയിട്ടുണ്ടായേ. പിന്നെ അവിടെ നമ്മൾ നേരെ പോയതില്ലേ ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്, അവിടത്തേക്ക് ഞാൻ വന്നിട്ടാണ്. നമ്മളിതിൻ്റെ കാര്യം മറന്നു പോയതേനും പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ പിന്നെ അവിടെയും കൂടി കയറിയിട്ട് പോകാൻ വിചാരിച്ച്. ഇതിൻ്റെ ഉള്ളിലെ നമ്മളിങ്ങനെ എന്താ പറയാമെന്നറിയില്ല ഇങ്ങനെ ചെയ്ത് വെക്കുന്നതിന് ഈ അനിമൽസിനെയും കുറേ ബേർഡ്സിനെയൊക്കെ ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഈ സ്റ്റാച്ചു ചെയ്യൂലേ അതുപോലത്തെ എന്തോ സംഭവം. കുറേ എല്ലാത്തിൻ്റെയും പേരൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷെ കുറേ എണ്ണത്തിനൊന്നും എനിക്ക് കണ്ടിട്ടും കേട്ടിട്ടും പരിചയമില്ല. അത്രയും സംഭവങ്ങളുണ്ട് കേട്ടോ. ചെറിയൊരു മ്യൂസിയമാണ്, പക്ഷെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ ഇതിൽ കാണാനായിട്ട്. നല്ല രസമായിരുന്നു ഇങ്ങനെ കാണാനായിട്ട്. ഇപ്പോൾ പിള്ളേരൊക്കെ ആണെങ്കിൽ ഭയങ്കര അത്ഭുതത്തോടെ നോക്കൂലേ, അങ്ങനെയായിരുന്നു. എനിക്ക് പോലും ഇതിൽ കണ്ടുപരിചയമില്ലാത്ത കുറേ ഐറ്റംസ് ഉള്ളതുകൊണ്ട് തന്നെ ഇങ്ങനെ നോക്കി നിന്ന് പോയേനു. അപ്പം എല്ലാം കൂടി ഒന്ന് കണ്ട്.
ഇച്ചൂസൊക്കെ ഇല്ലേ ഈ ബേഡ്സിനൊക്കെ കാണുമ്പോൾ ഇതെന്തുമ്മാന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോഴേ നമുക്ക് നല്ല രസമല്ലേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട്. അപ്പം നമ്മളെക്കാളും കൂടുതൽ ഇതൊക്കെ എൻജോയ് ചെയ്യുന്നത് പിള്ളേരാണ് കേട്ടോ. ഇവിടെ ഇല്ലേ നമ്മൾ ചെറിയ ബേബീസ് ഉണ്ടാവില്ലേ 1 month തൊട്ട് അങ്ങനെയുള്ള ബേബീസിനൊക്കെ ഈ ഒരു ഇതിലിട്ടിട്ട് വെച്ചിട്ട് കാണുമ്പില്ലേ എന്തോ ഭയങ്കര സങ്കടേനു. പണ്ട് ഇതൊക്കെ കാണുമ്പോൾ വലിയ ഫീലൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇപ്പോൾ നമ്മളൊരു ഉമ്മയല്ലേ, അപ്പോൾ എന്തോ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടേനു. കാണുമ്പോൾ അതിങ്ങനെ ഇട്ട് വെച്ചിട്ട് കാണുമ്പോൾ എന്തോ ഒരു വിഷമേനു. പിന്നെ ഇതാ ഇവിടെയുള്ള എല്ലാതും തന്നെ ഇങ്ങനെ കണ്ടുകൊണ്ട് നടന്ന് ഞാനില്ലേ ഇവിടെ വന്ന സമയത്ത് കൊടൈക്കനാൽ ഇരുന്നിട്ട് വീഡിയോസ് ഉണ്ട്. അവിടെ എന്തൊക്കെയാണ് ഇങ്ങനെ വ്യൂ പോയിൻ്റൊക്കെ ഉള്ളേന്. അപ്പോൾ അതിലൊരു വ്ളോഗറ് ചെയ്തിട്ടുള്ളതേനു ഇതിൻ്റെയൊക്കെ വീഡിയോസ്. അത് കാണുമ്പോൾ തന്നെ നല്ല രസേനു. അത് കണ്ടിട്ടാണ് തന്നെ ഇങ്ങോട്ടേക്ക് വന്നേട്ടാ. അപ്പോൾ ആ ചാനലിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇങ്ങനെ ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ള ഒരു ചാനലേനു കേട്ടോ. ഇങ്ങനെ നമുക്ക് എവിടെയൊക്കെ പോവാം, എന്തൊക്കെയാണ് അവിടെയുള്ള വ്യൂ പോയിൻറ്റ് അങ്ങനെയൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോനത്. പിന്നെ നമ്മളവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് പോയത് പെയിൻ ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ ഇതാ അവിടെ പോകുമ്പില്ലേ ഒരു കുരങ്ങനെ ഇങ്ങനെ റോഡുമ്പോൾ ആരോ കൈമെന്ന് ചോളം തട്ടിപ്പറിച്ചിട്ട് മരത്തമ്മ കയറി കഴിക്കുന്നതാണ് കേട്ടോ. ഞാനത് ദൂരെ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തതാണ്, സൂം ചെയ്ത് വീഡിയോ എടുത്തതേനു. പിന്നെ ഇതാ അവിടേക്ക് ഇറങ്ങി. അപ്പോൾ നമ്മൾ ഇറങ്ങി പോകുമ്പില്ലേ അവിടെ ഒരു ഏച്ചിയില്ലേ ഇങ്ങനെ ഈ പുലീൻ്റെ വലിയ ഡൊമ്മയും അതിൻ്റെ കുറേ കുട്ടി പാവയെല്ലാം വെച്ചിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ കുഞ്ഞുമക്കളുടെ ഫോട്ടോസൊക്കെ എടുക്കാം. ഓർക്കും അതൊരു നല്ല ഇതല്ലേ വിചാരിച്ചിട്ട് നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ ഇവർ രണ്ടാളും എടുത്തിട്ടാ. പിന്നെ അത് കഴിഞ്ഞതാ അതിലൂടെയൊക്കെ ഒന്ന് നടന്ന് ഞാനില്ലേ ഈ പെയിൻ ഫോറസ്റ്റിലേക്ക് വരുമ്പം എൻ്റെ ഒറ്റ ലക്ഷ്യം ഒരു കാര്യം കേട്ടോ. അത് ഞാൻ ഈ വീഡിയോയിൽ പിന്നെ കാണിച്ചു തരാം. അപ്പം അവിടെ ഇതിലേ നടന്ന് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ കുറേ നേരം ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മളവിടെ നിന്ന് ഇറങ്ങിയ. നല്ല തണുപ്പേനും ഇവിടെ, ഈ ഒരു മരങ്ങളൊക്കെ കൂടിയിട്ടാണെന്നറിയില്ല, നല്ല തണുപ്പേനും. പിന്നെ ഇതാണ് കേട്ടോ ഞാൻ എടുക്കാൻ വന്ന സാധനം, ഈ ഒരു പെയിൻ കോൺസ് ഇല്ലേ അതെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കാര്യമായിട്ട് ഈ പെയിൻ ഫോറസ്റ്റിലേക്ക് വന്നേ. പിന്നെ പുറത്തിറങ്ങി അവിടുന്ന് കുറച്ച് ഇതൊക്കെ വാങ്ങിച്ചു കേട്ടോ. ഈ ചൂസിനെ പിന്നെ പറയേണ്ട, അവൾക്ക് ചോളം മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. ഒരു ചോളം കിട്ടിയ അവൾ പോയിക്കോളും. നമ്മൾ വേറെ എന്ത് പറഞ്ഞിട്ടും അവൾ വാങ്ങുന്നുണ്ടായിട്ടില്ല കേട്ടോ. ഒരു ചോളം മാത്രമാണ് വാങ്ങിച്ചത്. പിന്നെ അത് നമ്മൾ ഈ ഒരു കടലൊക്കെ മസാല ആക്കിയിട്ടുണ്ടാവില്ലേ അതും വാങ്ങിച്ച് കഴിച്ച് പിന്നെ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ എമസോൺ ഈ ഒരു വണ്ടിയിൽ എന്തോ ഇഷ്ടമായി, ആ ഒരു ടൈമിൽ ഒന്ന് കയ്യിലെടുത്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റിട്ടേൺ വിടലാണ് കേട്ടോ. പിന്നെ അവിടെ വേറെ എവിടെയും പോകാനൊന്നും ഉണ്ടായിരുന്നില്ല. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് നമ്മൾ നേരെ തിരിച്ച് റിട്ടേൺ വിടലാണ്. അപ്പോൾ ഈ ഒരു ടൈമിലൊക്കെ നല്ല രസേനു കോടയൊക്കെ ആയിട്ട്. പക്ഷെ നമ്മളില്ലേ ഈ ചുരം ഇറങ്ങുന്ന സമയത്ത് നേരത്തെ ഇറങ്ങാമെന്ന് വിചാരിച്ച്, പക്ഷെ ലേറ്റ് ആയിട്ടുണ്ട്, ഇരുട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ ചുരം ഇറങ്ങുമ്പോൾ. പിന്നെ കൊടൈക്കനാലില്ലേ നമ്മൾ ചുരം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ളതാണ് കേട്ടോ വാട്ടർഫോള്. അപ്പോൾ അവിടെ നമ്മൾ ലാസ്റ്റ് പോവാം, റിട്ടേൺ പോകുന്ന ടൈമിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് അവിടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെയൊക്കെ കയറി ഇറങ്ങുമ്പോഴേക്കാണ് കുറച്ച് ലേറ്റായി. അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വലിയ ഇരുട്ടൊന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ ചുരം സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നല്ല ഇരുട്ടായിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ നേരെ വാട്ടർഫോളിലേക്കാണ് പോയത്. ഇതിലിങ്ങനെ മഴയൊക്കെ പെയ്യുന്ന സമയത്താണെങ്കിൽ നല്ല രസമായിരിക്കും, കുറേ വെള്ളമൊക്കെ ഉണ്ടാവും. ഇതിപ്പോൾ മഴയൊന്നും ഇല്ലല്ലോ, അപ്പോൾ വെള്ളമൊക്കെ കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഇതാ നമ്മൾ നേരെ നമ്മളവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നേരം അതിലൊക്കെ നടന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തേട്ടാ. ഈ ചൂസ് വരുമ്പോൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണെന്നറിയാം, നമുക്ക് ബീച്ചിൽ പോവാം ഇവിടെയും. പക്ഷെ ഇവിടെ ബീച്ചൊന്നും ഇല്ലല്ലോ, അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെയൊക്കെ ഒന്ന് കൊണ്ടുപോയി ആ വെള്ളത്തിൽ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ടായിരുന്നു പിന്നെ അടുത്ത പ്രശ്നം. പക്ഷെ കുഴപ്പമൊന്നുമില്ല, കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ അത് അവിടെ ഒരു ചായക്കടയിൽ നിന്ന് ചായയൊക്കെ കുടിച്ചു കേട്ടോ. ഈ തണുപ്പത്ത് നല്ല ചൂട് ചായ കുടിക്കാൻ നല്ല രസമല്ലേ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ വിട്ടിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല ഇരുട്ടാവാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ കോടയൊക്കെ ഇങ്ങനെ പോകുന്ന പുക പോലെ പോകുന്ന കാണാൻ തന്നെ നല്ല രസമായിരുന്നു. പിന്നെ ഇത് നമ്മൾ ഫസ്റ്റ് പൊക്കോണ്ടിരിക്കുമ്പം നല്ല വെയിലൊക്കെ ഉണ്ടായിന് കേട്ടോ. പക്ഷേ ടൈമൊക്കെ വൈകുന്നേരമായിട്ടുണ്ട്. പിന്നെ ഇതാ നമ്മൾ പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായേ. ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ടായിന്. പിന്നെ ഫുഡൊക്കെ രാത്രി നമ്മൾ പാലക്കാട് നിന്ന് കഴിച്ചിട്ടുണ്ടായേ. പിന്നെ നേരെ വീട്ടിലെത്തിയിട്ടെടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് ഞാനില്ലേ അവിടെ ഇങ്ങനെ ലീഫോട് കൂട്ടിയിട്ടുള്ള ക്യാരറ്റ് കണ്ടപ്പോൾ മുഞ്ച് കണ്ടിട്ട് വാങ്ങിച്ചിട്ടുണ്ടായതാണ്. പക്ഷേ ലീഫൊക്കെ ഇവിടെ എത്തുമ്പോഴേക്ക് നല്ലപോലെ വാടിപ്പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഈ ചൂസിന് വേണ്ടി വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു ബാഗിൽ എനിക്ക് നല്ല ഇഷ്ടമായി, കുറേ വാങ്ങണം ജസ്റ്റിന്, പക്ഷെ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോഴേക്ക് ആ ഷോപ്പ് ഫുൾ വാങ്ങണം എന്നുള്ള കരച്ചില്ലേനു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് വാങ്ങിച്ചിട്ടുണ്ടായിന്, അവിടെയുള്ള ഹോം മെയ്ഡ് ചോക്ലേറ്റില്ലേ അതാണ് കേട്ടോ ഇത്.
ഈ ഒരു ചോക്ലേറ്റൊക്കെ വാങ്ങാൻ പോയ സമയത്തല്ലേ അവൾക്ക് ആ ചോക്ലേറ്റ് ഷോപ്പ് ഫുള്ളും വേണമെന്നതിനു പ്രശ്നം. പിന്നെ അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായത് എന്നിട്ട് ഈ ഒരു കുഞ്ഞു പ്ലം ഞാനിത് വാങ്ങുന്ന സമയത്തിൽ നല്ല പുളിയായിരിക്കും എന്ന് വിചാരിച്ച്, പക്ഷെ നല്ല മധുരം ഉണ്ടായിന് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. പിന്നെ ഈ ഒരു ബാഗ് കൂടി വാങ്ങിച്ചിട്ടുണ്ടായിന്. പിന്നെ ഇതാ അവിടെ കണ്ട പിച്ചോസിന് വേണ്ടി വാങ്ങിച്ചിട്ടുണ്ടായതാണ് ഈ ചെവിയിൽ വെക്കുന്ന സാധനം. ഈ ഒരു കുഞ്ഞു വണ്ടി ഇത് ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ലേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ നമ്മുടെ കൊടൈക്കനാൽ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നിങ്ങൾ വീഡിയോ കാണുമ്പോഴേ എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്യുമ്പോഴേ നമുക്ക് പിന്നെയും വീഡിയോസ് ചെയ്യാനുള്ള വലിയൊരു ഇൻസ്പിറേഷനാണ് കേട്ടോ അത്. അപ്പോൾ ഇതാ ഇതിൽ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. പിന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്ക് കേട്ടോ. അപ്പോൾ ഇതാ അടിപൊളി വ്ളോഗ്സായിട്ടും ഇതുപോലൊരു ട്രാവൽ വ്ളോഗ്സും നമ്മുടെ നോർമൽ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോസായിട്ടും പിന്നെ നമ്മുടെ റെസിപ്പി വീഡിയോസും ഒക്കെ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.